ജൂതന്മാർ. ആ ജൂതന്മാർ ആദ്യകാലം മുതൽക്കേ ശത്രുക്കളാ. ഇന്നും മുസ്ലിങ്ങളുടെ ശത്രുക്കളാ. എന്നും ഈ വാഹനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അന്ന് ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ 10-13 വയസ്സുള്ള സമൂഹത്തിന് ജുണ്ടബായുടെയും റാഫിഅബിന്റെയും അനുയായികളായ പിഞ്ചു മക്കളെ വെടിവെച്ച നിഷ്കരണം കൊല ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജൂതന്മാർ. ആ ജൂതന്മാരുടെ കയ്യിൽ നിന്നും തങ്ങളുടെ പെണ്ണന്മാരുടെ മാനം കാക്കാൻ വേണ്ടിയിട്ടും തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ ഭവനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും 10-13 വയസ്സുള്ള പിഞ്ചുമക്കള് കയ്യിൽ കിട്ടിയ ചണൽക്കല്ലുകളുമായി ജൂത പരീക്ഷകളുടെ കയ്യിൽ നിന്ന് രാജ്യത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെങ്കിൽ ആ ജൂതന്മാർ ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽക്കേ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ ഈ മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ ആ ജൂതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, ഈ അസ്ഹാബുൽ കാഫിന്റെ സംഭവം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ മുഹമ്മദേ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. പ്രവാചകനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുഹാവാസികളുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അസ്ഹാബുൽ കാഫിന്റെ സംഭവം, 7 യുവാക്കളുടെ സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ല. ഈ സംഭവം ഒന്ന് പറഞ്ഞു തരാമോ മുഹമ്മദേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു. ആര്? ജൂതന്മാര് വന്ന്. അള്ളാന്റെ റസൂൽ എന്തു പറഞ്ഞു? നിങ്ങൾ നാളെ വാ, ഞാൻ പറഞ്ഞു തരാമെന്ന് പ്രവാചകൻ പറഞ്ഞു. അള്ളാന്റെ റസൂൽ ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയി. പ്രവാചകൻ ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമോ റസൂലുള്ളാഹിക്കും മറവി പറ്റിയിട്ടുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? റസൂലുള്ളാഹിക്കും തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കും. അല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മറവി പോലും പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ അനുയായികളായ നമുക്ക് ഒരു പാഠം നൽകുന്നതിന് വേണ്ടി സംഭവിച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹ് എന്തു പറഞ്ഞു? നിങ്ങൾ നാളെ വാ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ജൂതന്മാരങ്ങ് പോയി. പക്ഷേ അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? 16 ദിവസത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വഹിയുമായി വിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ വിഷമത്തിലായി. എന്താ ജിബ്രീൽ വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് വഹിയുമായി തന്റെ അരികിലേക്ക് വരാത്തത്? ജിബ്രീലിനെ കാണുന്നില്ലല്ലോ. ആദ്യമായി ഹിറാ ഗുഹയിൽ ഏകപ്രാന്യനായിരുന്നപ്പോൾ തന്റെ അരികിലേക്ക് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ വചനങ്ങൾ കൊണ്ട് തന്റെ അരികിലേക്ക് വന്ന ജിബ്രീൽ പലപ്പോഴും പല സന്നിഗ്ധ ഘട്ടത്തിലും തന്റെ അരികിലേക്ക് പാഞ്ഞു വരാറുള്ള ജിബ്രീൽ ഒരാശ്വാസം വേണ്ടപ്പോൾ തന്റെ അരികിൽ ആശ്വസിപ്പിക്കാൻ എത്താറുള്ള ജിബ്രീൽ കുഫാറുകളെ തന്നെ മതിക്കാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞപ്പോൾ തന്റെ അരികിലേക്ക് വന്നിട്ട് യാ റസൂലല്ലാഹ്, അങ്ങയെ വധിക്കാൻ വേണ്ടിയിട്ട് കുഫാറുകൾ വീട് വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അലിയാര് തങ്ങളെ വിരിപ്പിൽ കിടത്തിക്കോ, ഒരു പിടി മണ്ണ് വാരിക്കോ. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناه فهم لا يبصرون എന്ന് പറഞ്ഞ കുഫാറുകളുടെ മുഖത്തേക്ക് മണ്ണ് വലിച്ചെറിയ നബിയേ, അവരുടെ കണ്ണു കാണാതാകത്ത നബിയേ എന്ന് പറഞ്ഞു തന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ജിബ്രീൽ, എന്റെ എല്ലാമായ ജിബ്രീൽ. എന്താണ് ആ ജിബ്രീൽ 16 ദിവസമായി തന്റെ മുമ്പിലേക്ക് വരാത്തത്? അള്ളാന്റെ റസൂൽ വിഷമിച്ച് വേദനാദിപ്പെട്ട് വേദനയോടെ ഇരിക്കുമ്പോൾ ജൂതന്മാര് പ്രവാചകനെ പരിഹസിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. എന്താ മുഹമ്മദേ, ഇപ്പൊ വഹിയൊന്നും വരുന്നില്ലേ? ഇപ്പോൾ ദൈവത്തിൽ നിന്ന് സന്ദേശമൊന്നും കിട്ടുന്നില്ലേ? എന്താ ദൈവം നിന്ന് കൈവിട്ടോ മുഹമ്മദേ എന്നെല്ലാം ചോദിച്ച് അള്ളാന്റെ റസൂലിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ വേദനിച്ചിരിക്കുമ്പോൾ 16ാമത്തെ ദിവസമെന്ന് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാ. ജിബ്രീലിനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിടരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ വന്ന്
റസൂലല്ലാഹ്, അങ്ങ് വിഷമിക്കുന്ന നബിയേ, വേദനാദിപ്പെടുന്ന നബിയേ, പ്രയാസപ്പെടുന്ന നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രവണപീഠത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രവണപീഠത്തിൽ പറയുന്നു, വല്ലുഹാ പൂർവാഹനം തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജാ രാത്രി ഇരുൾ മൂടുമ്പോൾ തന്നെയാണ് സത്യം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് പറയുന്നതെന്നറിയോ? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, അങ്ങയുടെ നാഥൻ അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയെ, അങ്ങയോട് കോപിച്ചിട്ടുമില്ല റസൂലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർത്തുന്നില്ല, വീണ്ടും ജിബ്രീൽ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക വദാ ഇല്ലാ യശാ അല്ലാഹ്. നബിയെ, നാളത്തെ ഒരു കാര്യവും ഒരാളും ഉറപ്പിച്ച് പറയാൻ പാടില്ല. ഇല്ലാ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയാതെ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞെങ്കിൽ അത് റസൂലുള്ളാഹിക്കുള്ള താക്കീതല്ല സഹോദരന്മാരെ, നമുക്കുള്ള താക്കീതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ ഓരോ മനുഷ്യന്റെയും നാളത്തെ കാര്യം തീരുമാനിക്കുന്നതാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്.